നരേന്ദ്രമോദിയെ കാണാൻ ബംഗാളിൽ തടിച്ചുകൂടിയതാകട്ടെ ലക്ഷോപലക്ഷം ജനങ്ങളാണ്. ഇത് കണ്ട് കണ്ണ് തള്ളിയിരിക്കുകയാണ് മമത. ബംഗാളിൽ മമതയുടെ ദുർഭരണമാണ് അവിടുത്തെ യുവാക്കളെ ഉൾപ്പെടെ തന്നെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ബംഗാളിൽ മോദി നടത്തിയ റാലിയിൽ പങ്കെടുത്തതാകട്ടെ ഏറെയും യുവാക്കൾ തന്നെയാണ്. മോദിക്കൊപ്പം ജയ് വിളിക്കാൻ അവർ കാണിച്ച ഉത്സാഹം അത് വേറെ തന്നെയാണ്. അതോടൊപ്പം തന്നെ മമത ബംഗാളിൽ വോട്ടർ പട്ടിക കുത്തി നിറയ്ക്കുന്നതിന് വേണ്ടി നുഴഞ്ഞുകയറ്റം പ്രോത്സാഹിപ്പിക്കുകയും അവിടെ ഒരു കോളനി തന്നെ അവർക്ക് വിട്ടു നൽകുകയുമാണ് ചെയ്തത്. മാത്രമല്ല, ഹിന്ദുക്കൾക്ക് നേരെ മമതയാകട്ടെ വലിയ രീതിയിലുള്ള ആക്രമണം അഴിച്ചുവിടുകയും അവരെ ദ്രോഹിക്കുന്ന നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസത്തെ മോദിയുടെ വരവോടുകൂടി തന്നെ ബംഗാളിൽ മാറ്റത്തിന്റെ പാതയിലൂടെ തന്നെ അവർ സഞ്ചരിക്കുന്നതായി വെളിവാകുന്ന ചില ചിത്രങ്ങൾ ഉൾപ്പെടെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ബംഗാളിലെ മാൾട്ടയിൽ നടന്ന റാലിയിൽ മോദിയുടെ പ്രസംഗം കേൾക്കാൻ തടിച്ചുകൂടിയത് ജനലക്ഷങ്ങളായിരുന്നുവെന്നും ഇവിടെ വ്യക്തമാവുകയാണ്. ജനക്കൂട്ടത്തിന്റെ ചിത്രം പങ്കുവച്ച മോദിയാകട്ടെ സമൂഹ മാധ്യമത്തിൽ ഒരു കുറിപ്പ് പങ്കുവയ്ക്കുകയും ചെയ്തു. ആ കുറിപ്പ് ഇങ്ങനെയാണ്: ഈ കാഴ്ചകൾ ബംഗാളിന്റെ മാറുന്ന ജനവികാരത്തെയാണ് കാണിക്കുന്നത്. തൃണമൂലിന്റെ ദുർഭരണം ഉടൻ അവസാനിപ്പിക്കും. ബി.ജെ.പി ജനങ്ങളെ ബി.ജെ.പി ഇപ്പോൾ ജനങ്ങളുടെ ഒരു ചോയ്സ് ആണ് എന്നതാണ് അദ്ദേഹം ആ ഒരു കുറിപ്പിലൂടെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ബംഗാളിലെ മാൾട്ടയിൽ ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 3250 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കാണ് ഇപ്പോൾ ബംഗാളിനായി തന്നെ മോദി അവിടെ വലിയൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. വികസനത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഗംഗാ നദി ഇനി ബംഗാളിലേക്ക് ഒഴുകുമെന്ന മോദിയുടെ പ്രഖ്യാപനത്തെ നീണ്ട കരഘോഷത്തോടു കൂടി തന്നെയാണ് ജനങ്ങൾ അതിനെ ഏറ്റെടുത്തിരിക്കുന്നത്. മോദിയുടെ ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യത്തിന് ലക്ഷക്കണക്കിന് യുവാക്കൾ തിരിച്ച് ജയ് വിളിക്കുകയും ചെയ്തു. അതേസമയം പെൺകുട്ടികൾ ബംഗാളിൽ സുരക്ഷിതരല്ല എന്നും ഒരു വനിതാ ജേർണലിസ്റ്റിനെ തൃണമൂൽ പ്രവർത്തകർ ആക്രമിച്ച സംഭവത്തെ പരാമർശിച്ചുകൊണ്ട് മോദി എടുത്തു പറയുകയാണ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മമതയ്ക്കെതിരെ അതിരൂക്ഷമായ വിമർശനമായിരുന്നു മോദി അഴിച്ചുവിട്ടത്. മുംബൈ നഗരസഭയിൽ അടക്കം ബി.ജെ.പി നേടിയ ചരിത്ര വിജയം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം അവിടെ ആ റാലിയിൽ പ്രസംഗം നടത്തിയത്. ബംഗാളിലെ മമതാ ബാനർജി സർക്കാരിന്റെ ക്രൂരവും നിരുത്തരവാദവും അത്തരത്തിലുള്ള ഒരു ഭരണമാണ് അവിടെ കാഴ്ചവെക്കുന്നത് എന്നതാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് തൂത്തെറിയാൻ വലിയ രീതിയിലുള്ള ആഹ്വാനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. അതായത് അവിടെ മാറ്റം വേണമെന്ന് അദ്ദേഹം മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞപ്പോൾ അവിടെ ബി.ജെ.പി സർക്കാർ വേണമെന്നാണ് ജനക്കൂട്ടം ആവേശത്തോടു കൂടി തന്നെ മറുപടി നൽകിയത്. മഹാരാഷ്ട്രയിലെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പി നേടിയ റെക്കോർഡ് വിജയം രാജ്യത്തിന്റെ രാഷ്ട്രീയ ദിശ മാറ്റുന്നു എന്നതാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നഗരസഭകളിൽ ഒന്നായ BMCയിൽ 3 പതിറ്റാണ്ട് നീണ്ട താക്കറെ കുടുംബത്തിന്റെ ആധിപത്യം അത് തകർത്തെറിഞ്ഞുകൊണ്ടായിരുന്നു ബി.ജെ.പി ഷിൻഡെ സഖ്യം, അതായത് മഹായുതി സഖ്യം അവിടെ അധികാരം പിടിച്ചത്. ബി.ജെ.പിക്ക് ജയിക്കാൻ കഴിയില്ല എന്ന് പലരും വിചാരിച്ച കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് ബി.ജെ.പി ആദ്യമേറെ തിരഞ്ഞെടുത്തത് പാർട്ടിയുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നതിന്റെ തെളിവായിരുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ റാലിയിൽ വെച്ച് എടുത്തു പറയുകയാണ് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ യുവാക്കൾ, പ്രത്യേകിച്ച് ജെൻസി കാലഘട്ടത്തിലുള്ള കുട്ടികൾ ബി.ജെ.പിയുടെ വികസന നയങ്ങളിലാണ് പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്. ബംഗാളിലും ഈ മാറ്റം ഉടൻ തന്നെ ദൃശ്യമാകുമെന്ന് തന്നെ അദ്ദേഹം എടുത്തുറപ്പിച്ച് പറയുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.